നമുക്കിന്ന് വനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് പഠിക്കാം. വനം, വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 51AG എന്നിവയാണ്. ഇതിൽ ആർട്ടിക്കിൾ 48Aയിൽ പറയുന്നത് നിർദ്ദേശ തത്വങ്ങളിൽ ഭാരതം വനം, വന്യജീവി എന്നിവയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ആർട്ടിക്കിൾ 51AGയിൽ മൗലിക കടമകളെക്കുറിച്ച് പറയുന്നതിൽ ഒരു പൗരൻ ചെയ്യേണ്ട കടമയെക്കുറിച്ചുമാണ് പറയുന്നത്. ഇന്ത്യയിൽ വന നിയമം നിലവിൽ വരുന്നത് 1927 ദേശീയ വന നയം നിലവിൽ വരുന്നത് 1952 1952 വന നയം പരിഷ്കരിച്ചാണ് 1988 പുതിയ വനനയം നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ വന മഹോത്സവം തുടങ്ങുന്നത് 1950 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1972 പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വരുന്നത് 1973 ജലമലിനീകരണ നിയന്ത്രണ നിയമവും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡും നിലവിൽ വന്നത് 1974 തന്നെയാണ്. ഇന്ത്യൻ വന സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1980 വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വരുന്നത് 1981 ഇന്ത്യയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വരുന്നത് 1985 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986 പ്രൊജക്റ്റ് എലിഫൻ്റ് തുടങ്ങുന്നത് 1992 ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വരുന്നത് 2002 വന അവകാശ നിയമം നിലവിൽ വരുന്നത് 2006 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത് 2010 പ്രോജക്റ്റ് റൈനോ നിലവിൽ വരുന്നത് 2011 കേരളത്തിലെ വന നിയമങ്ങളെക്കുറിച്ച് നോക്കാം. തിരുവിതാംകൂർ വന നിയമം നിലവിൽ വരുന്നത് 1887 കേരള വന നിയമം നിലവിൽ വരുന്നത് 1961 കേരള വന സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1980 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986 സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വരുന്നത് 2005 ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ചത് 1998